ശശി തരൂർ കോൺഗ്രസിനെ തുടർച്ചയായി വെട്ടിലാക്കി. പക്ഷേ ഇക്കുറി BJP തരൂരിലൂടെ കോൺഗ്രസിനെ വെട്ടിലാക്കി കൊടുത്തിരിക്കുകയാണ്. അതാണിപ്പോൾ നടക്കുന്നത്. ഇത് ദിഗ്വിജയം ശ്രീരാമൻ എങ്ങനെയാണോ ആഘോഷിച്ചത് അതുപോലെയാണ്. ശ്രീരാമൻ പോയില്ലല്ലോ എൻ്റെ കൂടെ, ലക്ഷ്മണനെയാണ് അയച്ചത്. ആ ലക്ഷ്മണനെ അയച്ചു, കുതിരയെയും, വെളുത്ത കുതിര എന്ന് വേണമെന്ന്, അങ്ങനല്ലേ രാജസൂയം നടത്താൻ വേണ്ടിയിട്ട് വെളുത്ത കുതിരയല്ലേ അയക്കാറുള്ളത്, ലോകം മുഴുവൻ കീഴടക്കാൻ വേണ്ടി. ആരെങ്കിലും പിടിച്ചു കെട്ടിയാൽ അവിടെ അശ്വമേധം, അത് തന്നെ രാജസൂയം. അത് കഴിഞ്ഞ് നടക്കുന്ന യോഗമാണ് രാജസൂയം, അല്ലേ? സബ്ജക്റ്റ് കറക്ഷൻ. അപ്പോൾ അങ്ങനെ ഒരു ശ്രമത്തിലേക്ക് ജൈത്രയാത്ര നടത്തുകയാണ് വാസ്തവത്തിൽ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ജൈത്രയാത്രയിൽ BJPയിലെ ഒരാളുടെ പേര് പോലും പറഞ്ഞു കേൾക്കുന്നില്ല. പറയുന്നതെല്ലാം പ്രതിപക്ഷ നിരയിലുള്ള ആൾക്കാരാണ്. അതിലേറ്റവും ശ്രദ്ധേയൻ രാഷ്ട്രീയമായിട്ടും രാജ്യതന്ത്രജ്ഞപരമായിട്ടും ഡോക്ടർ ശശി തരൂർ തന്നെയാണ്. ഡോക്ടർ ശരത് തരൂർ തലയെടുപ്പുള്ള ഒരു വ്യക്തിത്വമാണ്. അന്താരാഷ്ട്ര വേദികളിൽ നമ്മൾ ഈ കെ മുരളീധരൻ പറഞ്ഞ പോലെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം. അല്ല സണ്ണി ജോസഫിനെ പോലെയല്ല, ഫോട്ടോ ഇട്ടാൽ അറിയുന്ന ഒരു KPCC പ്രസിഡന്റ് വേണമെന്ന് കെ മുരളീധരൻ പറഞ്ഞ പോലെ. വിദേശത്ത് അമേരിക്കയിലൊക്കെ പോകുമ്പോൾ അറിയപ്പെടുന്ന ഒരു രാജ്യതന്ത്രജ്ഞൻ വേണമല്ലോ. അവിടെ അതെ, നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന, ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്, ഒരു വ്യക്തിത്വമാണ്, ഒരു വിശ്വപൗരനാണ് ഡോക്ടർ ശശി തരൂർ എന്നുള്ളത്. ഒരു പക്ഷേ ഇന്ത്യയിൽ അറിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അദ്ദേഹത്തിന് സ്റ്റേറ്റ്സിലായിരിക്കും. അപ്പോൾ കറക്റ്റാണ്. നമ്മൾ പാകിസ്ഥാനെതിരെ എങ്ങനെ അതിന് തികച്ചും ആപ്റ്റായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചോ, അതുപോലുള്ള നടപടികൾ സ്വീകരിച്ചോ, തന്ത്രങ്ങൾ സ്വീകരിച്ചോ, അതേപോലെ തന്നെ ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തിയെയാണ് നമുക്കിപ്പോൾ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത ട്രംപ് ഭരിക്കുന്ന അമേരിക്കയിലേക്ക് അയച്ചിരിക്കുന്നത്. തരം പോലെ നിലപാടുകൾ മാറ്റുന്ന, ഓന്തിനെ പോലെ നിറം മാറുമെന്ന് പറയുന്ന പോലെയാണ് ഇദ്ദേഹം നയം മാറും. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ കൂടെ ഇപ്പം നിൽക്കും എന്ന് പറഞ്ഞിട്ട് അവസാനം മധ്യസ്ഥത. എന്തിനാ പിന്നെ ഭീകരവാദത്തിനെതിരെ നിൽക്കുന്നത്? എന്ത് മധ്യസ്ഥത? ഭീകരവാദത്തിനെതിരെ നിൽക്കുന്നതിൻ്റെ മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ ഭീകരവാദികളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പണ്ട് നമ്മളുടെ സഹായം ചോദിച്ചാണ് അഫ്ഗാനിസ്ഥാനിൽ, നിങ്ങൾക്ക് കൊല്ലാമെങ്കിൽ അവിടുത്തെ തീവ്രവാദികളെ താലിബാനെ കൊന്നു. നമ്മളത് കേട്ട് ഏറ്റുപിടിക്കാൻ പോയിരുന്നെങ്കിൽ ഇന്നെന്തായിരുന്ന അവസ്ഥ? ഇന്ന് താലിബാൻ നമ്മുടെ സുഹൃത്താണ്, അഫ്ഗാനിസ്ഥാൻ നമ്മുടെ സുഹൃത്ത് രാഷ്ട്രമാണ്, നമ്പർ 1 പാകിസ്ഥാനെതിരെ നിൽക്കുന്ന രാഷ്ട്രമാണ്. അതേസമയം നമ്മൾ വിശ്വസിച്ച് ബംഗ്ലാദേശിനെ പോയി മോചിപ്പിച്ചല്ലോ. ആ ബംഗ്ലാദേശിൽ നിന്ന് കൂറ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചൈനയോടും പാകിസ്ഥാനോടുമാണ്. അപ്പോൾ കാലം മാറുന്തോറും ആൾവതർ ഫ്രണ്ട്സ് ഒന്നും ഇല്ല, മാറി വരാം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അമേരിക്കയുടെ കാര്യത്തിൽ ട്രംപ് വന്നപ്പോൾ നമ്മൾ വളരെ ട്രയംഫൻ്റായിട്ടിരുന്നു, ട്രംപറ്റ് വിളിച്ചു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തെളിയിച്ചിരിക്കുന്നത് സാമ്പത്തിക താല്പര്യങ്ങൾക്ക് മുമ്പിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, തീവ്രവാദത്തിന് പോലും ഒരു പ്രസക്തിയുമില്ല. ഇസ്രായേലിനെ പോലും ഇപ്പോൾ ഈയിടെ തള്ളി പറഞ്ഞിരിക്കുക അദ്ദേഹം, അവരിപ്പോൾ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ. ഈ ഇസ്രായേലാണ് ഇന്ത്യയോട് എപ്പോഴും നിൽക്കുന്നത്. നമുക്ക് ഈ തീവ്രവാദത്തെ എതിർത്ത് തോൽപ്പിക്കണമെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ലോകത്തിലെ ഒരേ ഒരു രാഷ്ട്രം, അതൊരു കൊച്ചു ദാവീദ്. ഗോലിയാത്തിൻ്റെ മുമ്പിൽ, ഭീകരത എന്ന് പറയുന്ന ഗോലിയാത്തിൻ്റെ മുമ്പിൽ വെറും ദാവീദ് മാത്രമായിട്ടുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, അതാണ് സത്യം. എന്നിട്ട് അങ്ങനെയുള്ള വിശ്വസിക്കാൻ കൊള്ളാത്ത ഈ രാഷ്ട്രത്തിലേക്ക് പോയി നമ്മുടെ കാര്യങ്ങൾ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന വിശ്വപൗരനാണ് ഡോക്ടർ ശശി തരൂർ. ആ ദൗത്യം അദ്ദേഹത്തെ തീർച്ചയായിട്ടും ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ നരേന്ദ്രമോദി തന്നെയാണ്. അതിന് പറ്റിയ ആൾ അദ്ദേഹമാണ്. എന്തുമാത്രമല്ല, ഇതിനിപ്പോൾ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി കൈവരുന്നു. കാരണം യുദ്ധത്തെക്കുറിച്ച്, ആ യുദ്ധകാര്യത്തിൽ നരേന്ദ്രമോദി എടുത്ത തന്ത്രങ്ങളെക്കുറിച്ച്, നയങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് അറിയാവുന്ന വ്യക്തി ഡോക്ടർ ശശി തരൂരാണ്. കോൺഗ്രസിൻ്റെ അകത്തുള്ളവർക്ക് തന്നെ കാര്യങ്ങൾ വ്യക്തമാവാത്ത അവസ്ഥയിൽ ചുമ്മാതെ ഈ പുക മറ സൃഷ്ടിക്കുന്ന എടുത്ത് വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി മോദി എടുത്ത ഓരോ തീരുമാനങ്ങളും ശരിയാണ്, അതെന്തുകൊണ്ടാണ് എന്ന് വ്യക്തമായി ലോകത്തെ ധരിപ്പിക്കുന്ന ആൾ ഡോക്ടർ ശശി തരൂരാണ്. ഇത് ഹൈക്കമാൻഡിന് ഉണ്ടാക്കിയിട്ടുള്ള ബുദ്ധിമുട്ട് ചില്ലറയല്ല. കാരണം ഒരെണ്ണം വിവരമുള്ളതില്ല. നമ്മുടെ പാർട്ടിയിൽ ആരെങ്കിലും ഇല്ലടാ എഴുത്തും വായന അറിയാവുന്നതെന്ന് പണ്ട് സന്ദേശം സിനിമയിൽ ചോദിച്ചതുപോലെ ഇവിടെ ഒരുത്തനുമില്ല വിവരം. വായി തോന്നുന്നൊക്കെ ഭാവന ചേർത്ത് അങ്ങ് വിളമ്പിയേക്കുക ആളുകളെ. അവർക്കാണ് എല്ലാം ഈ നമ്മുടെ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന മൂന്നാംകിട സോഷ്യൽ മീഡിയ ചാനൽ, ഒന്നാംകിട അല്ല, അവർ കാണിക്കുന്ന കുതന്ത്രങ്ങളെക്കാൾ കൂടുതലായിട്ട് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പടപ്പുറപ്പാടിൽ അവർ സത്യത്തെ വിസ്മരിച്ചുകൊണ്ട് ക്യാപ്സ്യൂളുകൾ, അതുപോലെ തന്നെ ടൂൾ കിറ്റുകൾ, നെറേറ്റീവ്സ് ഇതൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്.
എന്താ പറയുക, തൊട്ടാൽ കുരുക്കാത്ത നുണ എന്ന് മലയാളത്തിൽ പറയുന്ന ആ ശൈലിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ സത്യസന്ധനായിട്ട് ഒരാൾ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ദേശീയ താല്പര്യത്തിന് അനുകൂലമായിട്ട് പറയുന്നു. ഇദ്ദേഹത്തിന് വിമർശനമുണ്ടായി, പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞോണം. പാർട്ടിയുടേത് മണ്ടത്തരമാണെങ്കിൽ പുള്ളി അതെങ്ങനെ പറയാൻ പറ്റും? ഒരു വിദ്യാഭ്യാസവും വിവരവും ലോകപരിജ്ഞാനവും ഉള്ള ഒരു വ്യക്തി, അറിയപ്പെടുന്ന ഒരു വ്യക്തി, പാർട്ടി പറയാൻ നിങ്ങളോട് ഈ മണ്ടത്തരം ചെയ്യണം, മണ്ടത്തരം പറയണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അനുസരിക്കാൻ പറ്റുന്നതാണോ? CPM ആണെങ്കിൽ അത് ചെയ്യും, ഏത് മണ്ടത്തരം വേണമെങ്കിലും വിളിച്ചു പറയും. ഉദാഹരണത്തിന് ഇപ്പോൾ കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ നേരിടുന്ന ഒരു പ്രശ്നം, SFIയിൽ ചേർന്ന പിള്ളേരോട് പറയും അവനെ നീ പോയി അടിക്കണം, നല്ല സ്വഭാവമുള്ള പോയി ഒരു കുഴപ്പമില്ല, അവനെ അടിച്ച് പഠിപ്പിക്കുകയാണ്, അവൻ പോയി അടിക്കും. SFIയുടെ കേഡർ വ്യവസ്ഥ അങ്ങനെ. കോൺഗ്രസ് അങ്ങനെയല്ല, സ്വതന്ത്ര ബുദ്ധിജീവികളുടെ ഇടപെടലുകളുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് വളർന്നു വന്നത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ആ ഒരു പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന അഭിപ്രായം, നെഹ്റു എന്തു പറയുമായിരുന്നു, നിങ്ങളുടെ പ്രപിതാമഹനായ ജവഹർലാൽ നെഹ്റു എന്തു പറയുമായിരുന്നോ ആ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ ശശി തരൂർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളപ്പോൾ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നെഹ്റുവിനെ നിരാകരിക്കുക. അപ്പോൾ ആ ശശി തരൂരിൻ്റെ വാക്കുകൾ സ്വീകരിക്കാൻ BJP തയ്യാറാണ്. അദ്ദേഹം അമേരിക്കയിൽ പോയി കാര്യങ്ങൾ പറയട്ടെ. ഇനി ഞാൻ ഇതിൻ്റെ മറ്റൊരു രാഷ്ട്രീയ വശം കൂടെ നമ്മൾ ചോദിക്കോട്ടെ. നമ്മളൊക്കെ കുറേ കാലം കൊണ്ട് പറയുന്നതാണ് തരൂർ BJPയിലേക്ക് പോകും എന്നുള്ളത്, അല്ലേ? പല ഘട്ടങ്ങളിലും നമ്മളത് കേട്ടു എന്നുള്ളതാണ്. പക്ഷേ ഈ 3ാം തവണ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം തരൂർ കോൺഗ്രസിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് പലവട്ടം ഈ ട്രംപുമായിട്ടുള്ള മോദിയുടെ കൂടിക്കാഴ്ചയെ വേണ്ട തരത്തിൽ പ്രശംസിച്ചു. അത് കാര്യങ്ങൾ നടക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നീട് നമ്മളും പാകിസ്ഥാനുമായിട്ടുള്ള ഈ യുദ്ധസമാനമായ സാഹചര്യത്തിലൊക്കെ കൃത്യമായ വിശദീകരണം, മോദിക്ക് പിന്തുണയുമായിട്ടാണ് നിന്നത്. അതൊക്കെ ഒരുപക്ഷെ BJPയിലേക്ക് അടുപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നായി മാറും. ആയാലും കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞത് മൈ നേഷൻ ഫസ്റ്റ്, ദെൻ ഓൺലി പാർട്ടി കംസ്. നെഹ്റു ഇത് തന്നെ പറയുമായിരുന്നു, എൻ്റെ രാജ്യമാണ് വലുത്, അത് കഴിഞ്ഞേ ഉള്ളൂ എൻ്റെ രാഷ്ട്രീയ പാർട്ടി. മഹാത്മാഗാന്ധി ഇത് തന്നെ പറഞ്ഞിരുന്നത്, ജവഹർലാൽ നെഹ്റു ഇത് തന്നെ പറഞ്ഞിരുന്നത്, നരേന്ദ്രമോദി ഇപ്പോൾ പറയുന്നത് ഇത് തന്നെയാണ്. ഭരണം കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യേണ്ടത് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ചെയ്യും. അതാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തത്. പക്ഷെ തരൂരിനെ പോലുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ BJPക്ക് മോദി സർക്കാരിന് ഏറെ ഗുണം ചെയ്യും. തരൂരിനും അത് വലിയൊരു നേട്ടമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ. ശശി തരൂരിനെ നമ്മൾ അത്രയും ചെറിയൊരു കാര്യത്തിൽ കാണണ്ട. നമ്മൾ ചരിത്രപരമായിട്ട് ആലോചിച്ച് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ശശി തരൂർ 140 കോടി ജനങ്ങളുള്ള ലോകത്തിൻ്റെ ഭാഗധേയത്തിൻ്റെ 1/6 നിർണ്ണയിക്കുന്ന രാഷ്ട്രത്തിൻ്റെ പൗരൻ എന്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായിട്ട് മത്സരിച്ചപ്പോൾ ആ പദവി കിട്ടാതെ തോറ്റുപോയി? ഏതോ ഒരു രാഷ്ട്രത്തിൻ്റെ ഏതോ ഒരു ചെറിയ അപ്രസക്ത, അവരും വരണമെന്നാണ് പറയുന്നത്. പക്ഷേ രാഷ്ട്രത്തിൻ്റെ തലവനെ അവരോധിച്ചത് ആരാണ് അവിടെ? അതിന് പകരം ഇപ്പോൾ ചൈനയ്ക്ക് അനുകൂലമായിട്ട് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിനെ ആരാണ് കൊണ്ടുവന്നത്? ശശി തരൂരിനെ തോൽപ്പിക്കാൻ വേണ്ടി കരുണാകരൻ ചില കളികൾ കളിക്കുന്നത് പോലെ കൊണ്ടുവന്നത് അമേരിക്കയാണ്. ട്രംപെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അമേരിക്കയുടെ താല്പര്യമാണത്. ഇന്ത്യ വരരുത് എന്നുള്ളത് അവരുടെ താല്പര്യമാണ്. മനസ്സിലായോ? അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മോദിയുടെ ഈ സെലക്ഷൻ വളരെ എക്സ്ട്രീംലി എക്സലൻ്റ് ആൻഡ് എക്സംപ്ലറി ആയിരിക്കുന്നു. കാരണം ആ അമേരിക്കയെ നമ്മൾ കാണിച്ചു കൊടുക്കുക കൂടി എന്താ, ശശി തരൂർ വീണ്ടും വന്നിരിക്കുന്നു മറ്റൊരു ദൗത്യമായിട്ട്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഈ രീതിയിലല്ല പോകുന്നത്. ശശി തരൂർ എന്ന് പറയുന്ന വിശ്വപൗരനെ കൂട് തുറന്ന് വിട്ടിരിക്കുകയാണ് വിഹായസിലേക്ക്, അനന്താകാശത്തിലേക്ക്, മഹാകാശത്തിലേക്ക്. ഈ ചിറകടി എനിക്ക് തോന്നുന്നത് ചെന്ന് നിൽക്കുക, ഞാൻ അല്പം ഭാവന ചേർത്ത് പറയുകയാണ്, ഐക്യരാഷ്ട്രസഭാ തലത്തിലായിരിക്കും. വീണ്ടും ഒരു സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അവരുടെ ഭരണഘടന അല്ല ചാർട്ടർ അനുസരിച്ച് അവകാശമുണ്ട്. വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ ഇദ്ദേഹം മത്സരിക്കണം. മത്സരിച്ചാൽ ഇക്കുറി കോൺഗ്രസ് അല്ല അധികാരത്തിൽ, ഇദ്ദേഹം അധികാരത്തിൽ എത്തിച്ചിരിക്കും. വെറുതെയൊന്നുമല്ല ആഫ്രിക്കൻ രാഷ്ട്രങ്ങളും നമ്മൾ കേട്ടിട്ടില്ലാത്ത പേരുകളുള്ള രാഷ്ട്രങ്ങളും പേരറിയാത്ത രാഷ്ട്രങ്ങളുമൊക്കെ സന്ദർശിച്ചുകൊണ്ടേയിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. അവർക്കെല്ലാം ഓരോ വോട്ട് വീതമുണ്ട്. അവരെ സ്വാധീനിക്കാൻ കഴിയുള്ള ഒരു ആഗോള സ്വാധീന കേന്ദ്രമായിട്ട് ഇതിനോടകം ഇന്ത്യയെ അദ്ദേഹം മാറ്റിയെടുത്തിട്ടുണ്ട്. സൗത്ത് എന്ന് പറയുന്നത് സൗത്ത് ഗ്ലോബിലുള്ള ഭൂമധ്യരേഖയ്ക്ക് തെക്കുള്ള രാഷ്ട്രങ്ങൾ, ഇവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ ചങ്ങല
അങ്ങനെ ഒരുപാട് രാഷ്ട്രങ്ങളുടെ ഐക്യരാഷ്ട്ര ഈ പറയുന്ന സെക്യൂരിറ്റി കൗൺസിലിൽ, സുരക്ഷാ കൗൺസിലിലൊക്കെ ഇന്ത്യക്ക് അംഗത്വം വേണമെന്ന് പറയുന്ന രാഷ്ട്രങ്ങൾ അതല്ല. തീർച്ചയായിട്ടും ശശി തരൂരിന് അവർ വോട്ട് ചെയ്യും. എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തെ മാത്രമല്ല, BJPക്കാരും ഇല്ലിപ്പോൾ. ലക്ഷ്മണനെ പോയല്ലോ, ശ്രീരാമൻ പോയില്ലല്ലോ അശ്വമേധത്തിന് എന്ന് പറയുന്നത് പോലെ BJPയിൽ ഒറ്റയാളുടെ പേര് പറയുന്നുണ്ടോ? ഇല്ല. പിന്നെ പോകുന്നു സൽമാൻ ഖുർഷിദ്. അദ്ദേഹമാണ് ജപ്പാനിലേക്കും തെക്കൻ ഏഷ്യയിലേക്കും പോകുന്നത്. പിന്നെ പേര് കേട്ട ഒരാൾ എന്ന് പറയുന്നത് നമ്മുടെ ബ്രിട്ടാസാണ്, ജോൺ ബ്രിട്ടാസാണ്. അദ്ദേഹം പോകുന്നുണ്ട്. തമാശയായിട്ട് കരുതണ്ട, അതിന് പറ്റിയ രാഷ്ട്രങ്ങൾ മോദി കണ്ടുപിടിച്ചോളും. അതുപോലെ ഗുലാം നബി ആസാദുണ്ട്. കോൺഗ്രസ് ഉപേക്ഷിച്ച ആൾക്കാർ, ഉപേക്ഷിക്കാൻ പോകുന്ന ആൾക്കാരെയും വെച്ചുകൊണ്ടാണ്. എന്തായാലും രാഹുൽ ഗാന്ധി ഇല്ലാത്തതുകൊണ്ട് ഇനി ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത വളരെ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ പരത്തി വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് നമ്മുടെ ഈ രാജ്യങ്ങളെല്ലാം നയിക്കാൻ മിടുക്കനാണ് ഒരു അലമ്പുണ്ടാക്കാൻ വേണ്ടി. അതുകൊണ്ട് അതില്ലാത്തത് വലിയൊരു ആശ്വാസമാണ്. തീർച്ചയായിട്ടും ഇവർക്കുള്ള ബ്രീഫിംഗ് മാത്രമേ വിദേശകാര്യമന്ത്രി നടത്തുന്നുള്ളൂ. ഒരൊറ്റ BJPക്കാരനെ അയക്കുന്നില്ല. അദ്ദേഹം അവിടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ അവിടെ നിന്ന് ബ്രീഫ് ചെയ്യും. അതനുസരിച്ച് ഇവർ രാജ്യങ്ങളിലേക്ക് പോകും, ദിഗ്വിജയം നേടും. നല്ലൊരു പ്ലാനാണിത്, തീർച്ചയായിട്ടും നല്ലൊരു പ്ലാൻ. ഇതുവരെ നടത്തിയിട്ടില്ലാത്ത ഒരു തന്ത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.